ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കുട്ടികൾ തൊഴിലന്വേഷകരായി എത്തിച്ചേരുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന മേഖലയിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ ആ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ലോകമെമ്പാടും വന്നിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ പുത്തൻ ലോകം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അവസരങ്ങളുടെ വലിയൊരു സാധ്യതയാണ്. ഒരു കാലത്ത് കേവലം ടൈപ്പ്റൈറ്ററുകൾ ഭരിച്ചിരുന്ന ഓഫീസുകൾ ഇന്ന് കമ്പ്യൂട്ടറുകളുടെ ആധിക്യം മൂലം ഒരു തൊഴിൽ മേഖല ഒറ്റയടിക്ക് കമ്പ്യൂട്ടറിൻ്റെ ആവിർഭാവത്തോടുകൂടെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ക്ലറിക്കൽ ജോബുകളിൽ നാം ഇന്ന് കാണുന്ന തലത്തിലേക്ക് പരമ്പരാഗത ലെഡ്ജറിൻ്റെ ഒരു കാലം ഇല്ലാതായി മാറ്റങ്ങൾക്ക് വിധേയമായി. ഈ മാറ്റങ്ങളുടെ ഒക്കെ കാരണമായ കമ്പ്യൂട്ടർ സയൻസ് എന്ന ആ പഠന മേഖല വളരെ വിപുലമായ സാധ്യതകൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ വലിയ മാറ്റങ്ങൾക്ക് കൂടി തയ്യാറെടുക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി പ്രധാനമായും ഫോക്കസ് ചെയ്യുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആകുന്ന, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നോൺ മെഡിക്കൽ സ്ട്രീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന മേഖല, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു മേഖല എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ അത് കേവലം ചെറിയ ഡിപ്ലോമ പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകളിൽ തുടങ്ങി M.Tech വരെയുള്ള ഉപരിപഠന സാധ്യതകളെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുന്ന തലത്തിലേക്ക് ഇന്ന് ലോകം മാറിയിരിക്കുന്നു. അവിടെ കുട്ടികൾ പ്രധാനമായിട്ടും കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? പ്രധാനമായിട്ട് 2 മേഖലകളായിട്ട് ഇവിടെ തിരിക്കപ്പെട്ടിട്ടുണ്ട്. അവ തമ്മിലുള്ള വ്യത്യസ്തതകളെക്കുറിച്ചുള്ള കുട്ടികളുടെ ധാരണ കുറവ്. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്. 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ BCA. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എന്താണ് കമ്പ്യൂട്ടർ സയൻസ്, ഇവ പഠിക്കുന്നത് തമ്മിലുള്ള വ്യത്യസ്തതകൾ എന്താണ്, ഇവ ഒരുക്കുന്ന സാധ്യതകളുടെ ലോകം ഏതാണ്, ഇതേക്കുറിച്ചുള്ള വലിയ ഒരു കൺഫ്യൂഷൻ, അതാണ് പ്രധാനമായും കുട്ടികൾ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം. ശരിക്കും ഈ 2 സബ്ജക്റ്റുകളിലും പഠിച്ചു വരുന്ന കുട്ടികൾക്ക്, +2 പഠിച്ചിട്ടുള്ളൊരു കുട്ടിക്ക്, സയൻസ് സ്ട്രീമിൽ വരുന്നൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീമിൽ കമ്പ്യൂട്ടർ സയൻസ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ BCA ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ന് 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ നമുക്ക് മൈനർ ഡിഗ്രി ആയിട്ട് ഏത് സബ്ജക്റ്റും എടുക്കാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും മാത്തമെറ്റിക്കൽ ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് വരുന്നുവെന്നും ഗണിതശാസ്ത്രം കൂടുതലായിട്ട് അവിടെ പ്രതിപാദിക്കപ്പെടുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക. 2, ഗവേഷണ മേഖലയിലും അധ്യാപന മേഖലയിലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എപ്പോഴും ചേരുന്നത് BSc ആയിരിക്കും എങ്കിൽ, അപ്പുറത്ത് ആപ്ലിക്കേഷൻ ലെവലിൽ കൂടുതൽ പഠിക്കാൻ കഴിയുന്ന മാത്സ് വളരെ കുറച്ച് മാത്രമുള്ള ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് BCAയെ കാണാൻ സാധിക്കും. 2ലും കോമൺ ആയിട്ട് വരുന്ന കുറേയധികം സബ്ജക്റ്റുകളുണ്ട്. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ, ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് പോലെ ആപ്ലിക്കേഷൻ ലെവലിൽ കൂടുതൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് BCAയിലായിരിക്കും. അപ്പോൾ ഏത് മേഖല, നല്ല ഒരു ടെക്നോക്രാറ്റായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് BCA നല്ല മികച്ചൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം MCA എന്ന രീതിയിൽ പോകാൻ കഴിയും. എന്നാൽ അപ്പുറത്ത് ഗവേഷണ മേഖലയിലും കൂടുതൽ അധ്യാപന മേഖലയിലും കൂടുതൽ തിയറിറ്റിക്കലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് BSc ഓപ്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇതിനും അപ്പുറത്തേക്ക് BSc എടുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ MScയും അതോടൊപ്പം തന്നെ M.Techും ഒക്കെ പഠിക്കാനുള്ള സാധ്യതകൾ, അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താം. രണ്ടാമത് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് നൽകുന്ന ഒരു സേഫ്റ്റി സോൺ നമ്മുടെ ചുറ്റിലുമുണ്ട്. കാരണം അത് പഠിക്കുന്ന ആർക്കു വേണമെങ്കിലും, അത് ഒരു ഡിഗ്രി എടുക്കണമെന്ന് തന്നെ ഇല്ല, ചെറിയ ചെറിയ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിലൂടെ തന്നെ അവർക്ക് ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നുള്ള വലിയ ഒരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള അവസരങ്ങളുടെ വലിയൊരു ലോകം. കാരണം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ജോലി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി പാക്കേജ് എങ്ങനെയായിരിക്കും? അത് എപ്പോഴും അതിനെ സ്വാധീനിക്കുന്ന അനവധി ഘടകങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മേഖലകൾ ഏതാണ്? ഡൊമൈൻ ഒരു വലിയ ഫാക്ടറാണ്. ഇൻഡസ്ട്രി, ഇപ്പോൾ സർവീസ് സെക്ടറും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും വരുമ്പോൾ നമുക്ക് സാലറി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോഫ്റ്റ്വെയർ പ്രോഡക്റ്റുകളും ഹാർഡ്വെയർ പ്രോഡക്റ്റുകളും ഒക്കെ ആയിട്ടുള്ള മേഖലകളിൽ തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സാലറി വൈസ് കുറേ കൂടെ നല്ല പേ ആൻഡ് പെർക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ അല്പം താഴേക്കായിരിക്കും, ഇതിൻ്റെ തൊട്ട് താഴെയായിരിക്കും സാലറി നിൽക്കുക. അപ്പോൾ ഒന്ന് അത്. 2, നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? ബാംഗ്ലൂരോ പൂനെയോ ഹൈദരാബാദോ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന സാലറി ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ കിട്ടിക്കൊള്ളണമെന്നില്ല.
അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷനുള്ള സാധ്യതകൾ. ഇപ്പോൾ USA ഒക്കെയാണ് ഇതിൽ ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമെങ്കിൽ ഇന്ന് നാളെ ഒരു കാലത്ത് അത് മറികടക്കുന്ന തരത്തിലേക്ക് കാനഡയും ഓസ്ട്രേലിയയും യൂറോപ്യൻ കൺട്രീസും ഒക്കെ വലിയ തോതിലുള്ള വളർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൈഗ്രേഷൻ്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഡോളർ ഇന്ത്യൻ കൺവേർഷൻ എന്നതിനപ്പുറത്തേക്ക് യൂറോ ഇന്ത്യൻ നാഷണൽ കറൻസിയുമായിട്ടുള്ള കൺവേർഷൻ റേറ്റിലുണ്ടാകുന്ന വ്യത്യസ്തതകൾ സാലറിയെ നിശ്ചയിക്കുന്ന മറ്റൊരു ഘടകമാകും. ഇനി അതിനും അപ്പുറത്തേക്ക് പ്രധാനമായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനികൾ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല കമ്പനികളുമുണ്ട്. അവിടെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ ഫ്രഷേഴ്സിന് കിട്ടുന്ന സാലറി ഒരു 3 lakh പെർ ആനം എന്ന രീതിയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ 3 to 5 lakh ഒരു ഫ്രഷർക്ക് കിട്ടുമ്പോൾ ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഏതാണ്ട് ഈ ഒരു തുക കിട്ടുമ്പോൾ, നേരെ മറിച്ച് അത് ഒരു 8 വർഷം മുതൽ 12 വർഷത്തിന് മുകളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാകുമ്പോൾ അവിടെ അവർക്ക് 30 മുതൽ 50 ലക്ഷം വരെ ഒരു വർഷത്തെ പേ ആൻഡ് പെർക്സ് പാക്കേജായിട്ട് നമുക്ക് ആവറേജ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് സാലറി വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നതിന് 2 ഘടകങ്ങളാണ്. ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസ്, സബ്ജക്റ്റ് നോളജ്. രണ്ടാമത് നമ്മൾ പരിഗണിക്കപ്പെടേണ്ടത് ഈ ഒരു മേഖലയിൽ വളരെ ഫാസ്റ്റ് ട്രാക്കായിട്ടുള്ള ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു മേഖലയിലും കാണാത്ത വളരെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു സ്കിൽഫുൾനെസ്സിനെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ വേഗത്തിൽ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. വളരെ എൻട്രി ലെവലിൽ വന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു 50 ലക്ഷം രൂപയുടെ അടുത്ത് ഒരു വർഷം സാലറി മേടിക്കുന്ന തരത്തിലേക്ക് ഒരാൾക്ക് ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്രൊമോഷൻ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലേണ്ടത്. അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ മാത്രം വരാം. കാരണം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആവശ്യമായിട്ട് വരുന്ന പരമ്പരാഗത രീതികളിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്ന, കാരണം ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് വെറും IT അല്ല, അതിനപ്പുറത്തേക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സർവീസ് സെക്ടേഴ്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂടെക് കമ്പനികൾ, ഇങ്ങനെയുള്ള വിവിധ മേഖല, എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഒക്കെ, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ, സ്പേസുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ഡെവലപ്മെൻറ്റ് മേഖലകളിൽ, പ്രതിരോധ മേഖലകളിലൊക്കെ വലിയ തോതിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും അതുപോലെ സൈബർ സെക്യൂരിറ്റിയുടെയും ഒക്കെ സാധ്യതകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് വെറും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ മാത്രം പോരാ, അതോടൊപ്പം ആഡ് ഓൺ ചെയ്യപ്പെടണം. ആ സ്കിൽ അപ്ഡേഷൻ സംഭവിക്കുന്നതിനനുസരിച്ചാണ് നമ്മളുടെ വരുമാനത്തിൽ, നമ്മുടെ തൊഴിൽ സാധ്യതയിൽ വർധനവുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾക്ക് കിട്ടുന്ന ആനുവൽ ഒരു സാലറി എന്നതിനപ്പുറത്തേക്ക് കരിയർ മേഖലയിലുണ്ടാകുന്ന പുത്തൻ അവസരങ്ങളുടെ ലോകം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 10 to 12% ഇന്ത്യയിൽ കാണാൻ കഴിയുക. നേരെ മറിച്ച് ഇത് ഗ്ലോബലി വരുമ്പോഴത്തേക്കും ഏതാണ്ട് 12 to 15% മാറുന്നത് കാണാൻ കഴിയും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രം പഠിച്ചാൽ പോരാ എന്ന് പറയാനുള്ള പ്രധാന കാരണം അതിൻ്റെ കൂടെ നമുക്കിന്ന് ആഡ് ഓൺ ചെയ്യപ്പെടണം. കാരണം ഒരു എമേർജിങ് ടെക്നോളജിയുടെ കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ആ എമേർജിങ് ടെക്നോളജിയുടെ പ്രത്യേകത എന്താണ്? അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഡേറ്റാ സയൻസും ഓഗ്മെൻറ്റ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സും 3D പ്രിൻറ്റിങ്ങും അടക്കമുള്ള പുത്തൻ ലോകം, ആ പുത്തൻ സാങ്കേതിക വിദ്യകളെ കൂടി നമ്മൾ സ്വായത്തമാക്കി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അടക്കമുള്ള മേഖലകളെ കൂടെ സ്വായത്തമാക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു മേഖല ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യസ്തതകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, അവിടെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് നമുക്ക് സമ്മാനിക്കുന്ന കരിയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 25 മുതൽ 30% വരെ വളർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. നാസ്കോമിൻ്റെയും അതുപോലെ തന്നെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെയും ഒക്കെ കണക്കുകൾ റെഗുലറായിട്ട് ഇത് പുറത്തു വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെയാണ് നമുക്ക് വളർച്ച കാണാൻ കഴിയുക. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ 14 മുതൽ 18% വരെയുള്ള ഒരു ഗ്രോത്ത് റേറ്റ് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിലും അതുപോലെ തന്നെ 12 മുതൽ 14% വരെയുള്ള ഒരു ഗ്രോത്ത് റേറ്റാണ്, ആനുവൽ ആവറേജ് ഗ്രോത്ത് റേറ്റാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ
നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ മറ്റൊരു അഡീഷണൽ സബ്ജക്റ്റായിട്ട്, ഒരു എമർജിങ് സബ്ജക്റ്റായിട്ട് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ഒരാൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രോത്ത് പാറ്റേൺ കൂടെ നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അവർക്ക് വളരെ വേഗത്തിൽ അവിടെ എൻട്രി കിട്ടാനും വളരെ വേഗത്തിൽ സ്കിൽഫുള്ളായിട്ട് പ്രൊമോഷൻ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കൂടുതൽ മികവുറ്റ ഒരു സാലറി പാക്കേജിലേക്ക് കുട്ടികൾക്ക് ചെന്നെത്താനും കഴിയും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എന്ന് വരെ നിങ്ങൾ കരിയറിൽ തുടരുന്നു അന്ന് വരെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. മെഡിസിൻ എങ്ങനെയാണോ, മെഡിക്കൽ മേഖലയിൽ വേണ്ട അപ്ഡേഷൻ എന്താണോ അതിനേക്കാളും കുറേ കൂടി ഫാസ്റ്റ് ആൻഡ് റിയാക്റ്റീവായിട്ടുള്ള ഒരു അപ്ഡേഷനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ IT സെക്ടറിൽ, അതായത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എമർജിങ് ടെക്നോളജിയുടെ മേഖലകളിൽ നമുക്ക് ആവശ്യമായിട്ട് വരിക. അത് ഇനിയും വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് എവിടെയാണ്? നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പോലുള്ള മേഖലകളൊക്കെ ആപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സ്മാർട്ട് ഹോമുകൾ, സ്മാർട്ട് ഓഫീസുകൾ, സ്മാർട്ട് കാറുകൾ, സ്മാർട്ട് സിറ്റികൾ, ഇതെല്ലാം വരുമ്പോഴത്തേക്കും നമുക്കവിടെ സെൻസറുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന തരത്തിലേക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ പുത്തൻ മേഖലകൾ മാറുമ്പോൾ അവിടെയൊക്കെ പ്രോഗ്രാമിംഗ് ആവശ്യമായിട്ട് വരും. ഇവിടെ ഈ ഒരു ടെക് സ്കിൽ നമ്മൾ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്തു പോകുന്നു അതിനനുസരിച്ച് നമ്മളുടെ സാധ്യതകളുടെ ലോകം വളർന്നുകൊണ്ടിരിക്കും. അപ്പുറത്ത് പരമ്പരാഗതമായ പല തൊഴിൽ മേഖലകളും ഇല്ലാതാകുമെന്നുള്ളതും ഫാക്റ്റാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് ഒരുപക്ഷെ അധികകാലം നമ്മുടെ മുമ്പിലുണ്ടാവില്ല, അത് മാറ്റപ്പെടാം, അത് ഇല്ലാതായി പോയേക്കാം. അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള പ്രോഗ്രാമിംഗ്, കോഡിംഗ് പോലുള്ള മേഖലകൾ ജനറേറ്റീവ് AI തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് പോകുമ്പോൾ അത്തരം മേഖലകൾ നമുക്ക് വേണ്ടാതായിട്ട് വരാം. വെബ് മാനേജ്മെൻറ്റ് പോലുള്ള മേഖലകൾ നമുക്ക് വേണ്ടാതായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ കുറേ മേഖലകൾ റീപ്ലേസ് ചെയ്യപ്പെടുകയും അതിനൊപ്പം തന്നെ കൂടുതൽ അൽഗരിതമിക് ആയിട്ടുള്ള ഇപ്പം AI ലിറ്ററസിയും അൽഗരിതമിക് തിങ്കിങ്ങും ഒക്കെ കൂടെ ചേർന്ന തരത്തിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് IT സെക്ടർ മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ IT സെക്ടർ എന്ന് പറയുന്നതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇനി നിൽക്കാൻ കഴിയാതെ വരികയും അതോട് ചേർന്ന് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പുതിയ സാങ്കേതിക മേഖലകളെ ആഡ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം വിജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഫുള്ളി അങ്ങ് റീപ്ലേസ് ചെയ്യപ്പെടുകയല്ല, കുറേ കൂടെ മോഡേണൈസ് ചെയ്യും, കുറേ കൂടെ എമേർജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അവിടെ വരുന്ന മാറ്റം. അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് അങ്ങ് ഇല്ലാതായി പോവുകയല്ല. കമ്പ്യൂട്ടർ സയൻസിലെ പല തൊഴിൽ മേഖലകളും ഇല്ലാതാകും, പക്ഷേ അപ്പുറത്ത് അത് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവതരിപ്പിക്കപ്പെടുകയും ലാംഗ്വേജിൻ്റെയും ഒക്കെ സാധ്യതകളെ, അതുപോലെ തന്നെ സിമ്പത്തറ്റിക് ആയിട്ടുള്ള പല മേഖലകളെയൊക്കെ ഇന്ന് നമുക്കറിയാം റോബോട്ടിക് സയൻസ് വളരെ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ധാരാളം സാധ്യതകളുണ്ട്. അതിനെ സൈക്കോളജിയുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് റോബോട്ടിക് സൈക്കോളജി എന്നൊരു പുതിയ പഠന മേഖല തന്നെ ആവിർഭവിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന മെഷീൻ ലേണിംഗ് പോലുള്ള പഠന സാധ്യതകളുടെ എറേഴ്സ് മാക്സിമം കുറയ്ക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഈ ഒരു മേഖല മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഗവേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുട്ടികൾ ഡേ ടു ഡേ ഈ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും അതിനെ സ്വന്തമാക്കാനും അതിനനുസരിച്ച് സ്വയം മാറാനും സജ്ജരാവുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. തൊഴിൽ മേഖല ഇനി ഇതിലൊക്കെ വിപുലമായൊരു മേഖലയാണ് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ നമുക്ക് ഒരുക്കി തരുന്നത്. അവിടെ തൊഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതോടൊപ്പം തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ടാകുന്നു. പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു റിസ്ക് ഫാക്ടറുണ്ട്, അത് വിജയിപ്പിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. എന്നാൽ ഹൈ ഏണിംഗ് എന്ന് പറയുന്ന വളരെ മിനിമൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ ഒരു ഏണിങ്സ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സാധ്യതകളുടെ ഒരു ലോകം അപ്പുറത്ത് വളരുകയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വിപുലമായ സാധ്യതകളുടെ, വിപുലമായ അവസരങ്ങളുടെ ഒരു ലോകം തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇനി ഇവിടെ വരുന്ന ടെക്നിക്കലി സ്കിൽഫുള്ളായിട്ടുള്ള എൻട്രി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ പല AI പോലുള്ള മേഖലകളിലൊക്കെ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ നമുക്ക് ഏതാണ്ട് 5 മില്യൺ സ്കിൽഫുൾ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് എത്ര അവൈലബിൾ ആയിട്ടുള്ളത്, സപ്ലൈ എത്രയാണ്? വെറും 3 മില്യൺ മാത്രമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു 40% സ്കിൽ ഗ്യാപ്പ് അല്ലെങ്കിൽ സ്കിൽഫുള്ളായിട്ടുള്ള എംപ്ലോയീസിൻ്റെ ടെക്കികളുടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. വേൾഡിൽ വരുമ്പോഴത്തേക്ക് അതേണ്ട 60% എന്നുള്ളതാണ് മറ്റൊരു ഫാക്റ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സാധ്യതകളാണ്. നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈലി എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിലും വർക്ക് അറ്റ് ഹോം മോഡിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെയും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 10 മുതൽ 12% വരെ ഗ്രോത്ത് റേറ്റ്, ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉള്ള, ഒരുപക്ഷെ ഇന്ത്യയിലെ തൊഴിൽ മേഖലകൾ മൊത്തത്തിലെടുത്താൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് കാണാൻ കഴിയുന്ന, വളർച്ചാ നിരക്ക് കാണാൻ കഴിയുന്ന, ഏറ്റവും അധികം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് കമ്പ്യൂട്ടർ സയൻസ് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോൾ അത് ആപ്ലിക്കേഷൻ ലെവലിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും BCOPT എന്നായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സുകളുണ്ട്, ബിവോക്ക് കോഴ്സുകളുമുണ്ട്. അത് കുറേ കൂടെ ആപ്ലിക്കേഷൻ ലെവലിലാണ്. അത് തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് അവിടെ കിട്ടുക. അവിടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള തൊഴിൽ മേഖലയിൽ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാനായിട്ട് എന്തെല്ലാം സ്കില്ല് വേണമെന്നുള്ളതിനെ കൃത്യമായിട്ട് അസസ് ചെയ്തുകൊണ്ട് NSQF പ്ലാറ്റ്ഫോമിലൂടെ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബിവോക്ക്. അപ്പോൾ ബിവോക്ക് എന്ന് പറയുന്നതും BCA എന്ന് പറയുന്നതും BSc എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യസ്തതകൾ ഇതാണ്. എല്ലാം ബാച്ചിലർ ഡിഗ്രിയാണ്, എല്ലാം വാലിഡാണ്. എനി ഡിഗ്രി എന്ന് പറയുന്ന എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യാൻ ഇതെല്ലാം യോഗ്യത ഉള്ളതാണ്, അല്ലെങ്കിൽ അതിനൊക്കെ അനുവാദമുണ്ട്. പക്ഷേ തൊഴിലിടത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ 3 മേഖലകളുടെയും പ്രവർത്തന സാധ്യതകളെ കൃത്യമായിട്ട് മനസ്സിൽ ആക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കമ്പ്യൂട്ടർ സയൻസ് ഒരുക്കുന്ന സാധ്യതകളുടെ വലിയ ലോകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുമ്പോൾ പ്രധാനമായിട്ടും ഫിസിക്സ്, അതേപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലും ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം അബ്രോഡൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഔട്ട്സോഴ്സിങ് വർക്കിലൂടെ നമ്മുടെ രാജ്യത്തെ വിവിധ IT കമ്പനികൾ, IT പാർക്കുകളിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും നമുക്ക്, അല്ലെങ്കിൽ വിദേശത്ത് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവേണ്ടതുണ്ട്. വിദേശ ഭാഷകൾ, ചില രാജ്യങ്ങളുടെ ഭാഷകൾ പഠിക്കുന്നതും നമുക്ക് ഗുണകരമാണ്. അപ്പോൾ അങ്ങനെ ടോട്ടലി നമ്മൾ നല്ല സ്കിൽഫുള്ളായിട്ട് ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് വരും കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ കൂടെ സ്വായത്തമാക്കുന്ന തരത്തിലേക്ക് മാനസികമായ തയ്യാറെടുപ്പോട് കൂടി മുന്നോട്ട് പോകുന്നൊരു കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് വളരെ സേഫായിട്ടുള്ളൊരു സോണായിരിക്കും ഇനിയുള്ള കാലത്തും ഇപ്പോഴും.